ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിനെല്ലിക്ക കൊണ്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കൂട്ടാൻ. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാം. അതിനുവേണ്ടി 1/2 കിലോ അരിനെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് സാധാരണ മുളക് പൊടിയാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ 2 ചുള വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം മൂത്ത് പോകണ്ട. മൂത്ത് പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കണം. തീ ഓഫാക്കി 1 മിനിറ്റിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഇളക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം പൊടിച്ചതാണ് 1 ടേബിൾ സ്പൂൺ. ഇനി 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർക്കുക. ഈ ശർക്കരപ്പൊടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ പുളിയും ചെറിയൊരു മധുരം കൂടെ ചേരുമ്പോൾ ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ അരിനെല്ലിക്ക ഇട്ട് കൊടുക്കുക. എണ്ണയിലിട്ട് ഈ പൊടികളൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഈ നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ അരിനെല്ലിക്ക ഉപ്പിട്ട് വെച്ച പാത്രത്തിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി തീ ഒന്ന് കത്തിച്ച് സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതേപോലെ അടുപ്പത്ത് വെച്ചൊന്ന് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ചെറുതാക്കി വെക്കണം. ഇപ്പം നമ്മുടെ അരിനെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ അരിനെല്ലിക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.